അമേരിക്കയുടെ കടൽ കൊള്ള തടയുമെന്ന് ഇറാൻ. ഹോർമുസ് കടലിനോട് കേന്ദ്രീകൃതമായി നാവിക ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക അനൗദ്യോഗികമായി പ്രഖ്യാപിച്ച കടൽ കൊള്ളയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതും ശക്തി ഉപയോഗിച്ചുകൊണ്ട് അതിനെ തടയുമെന്നും ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും തങ്ങൾക്ക് ഇരയാകാൻ മാത്രമേ അമേരിക്കയുടെ സൈനിക ബലവും ശക്തിയുമുള്ളൂ എന്ന് തങ്ങൾ തെളിയിച്ചതാണ്. ഇതിൻ്റെ ആവർത്തനം ഈ മേഖലയിൽ വല്ലാതെ വൈകാതെ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്ത് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇറാൻ്റെ ഒരു വാണിജ്യ കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തു എന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നത്. അത് ഇറാൻ്റെ ഭാഗത്ത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാൻ്റെ കപ്പലല്ല എന്നൊരു സംശയമുണ്ട്. ഇനി ഏത് തരത്തിലാണെങ്കിലും ഇതിനുള്ള പ്രതികരണം ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അഥവാ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ വിഷയമുണ്ടെങ്കിലും അതിൽ ഇടപെടാനുള്ള പൂർണ്ണമായിരിക്കുന്ന അധികാരം ഇറാൻ്റേതാണ്. അത് നിയമപരമായ പരിരക്ഷയ്ക്ക് വേണ്ടി ഇറാൻ്റെ പാർലമെൻറ്റിൽ പുതിയ നിയമവ്യവസ്ഥ കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇറാൻ ആലോചിക്കുന്നു. അങ്ങനെ അതൊരു നിയമമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് രാജ്യ നിയമവ്യവസ്ഥയുടെ ഭാഗമായിട്ട് നിലനിൽക്കുന്നതാണ്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഹോർമുസ് കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ചുങ്കം ചുമത്താൻ അല്ലെങ്കിൽ പിരിവ് നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ആധികാരികമായി ഇറാൻ്റെ പാർലമെൻറ്റിന് അംഗീകാരമില്ല. പക്ഷേ ഇപ്പോൾ സൈനികരും ഗവൺമെൻറ്റും പറഞ്ഞിരിക്കുന്ന കാര്യം, രാജ്യം തകർത്തിരിക്കുന്നു അമേരിക്ക, പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളുടെ സോഴ്സുകൾ ഉപയോഗിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ്. അത് മാത്രമല്ല, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് വല്ലാത്ത രീതിയിൽ ഇടപെടാൻ വേണ്ടി മറ്റ് ലോകരാജ്യങ്ങൾക്ക് സാധിക്കുന്നുമില്ല. എന്നാൽ അതൊരു നിയമപരിരക്ഷ വന്നാൽ, അല്ലെങ്കിൽ രാജ്യ നിയമവ്യവസ്ഥയുടെ ഭാഗമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സ്വതന്ത്രമായ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ഇറാൻ സാധിക്കും. അത്തരമൊരു നിയമം വല്ലാതെ വൈകാതെ തന്നെ പാർലമെൻറ്റ് ചർച്ച ചെയ്ത് പാസ്സാക്കും എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. രണ്ടാം ഘട്ട ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പാകിസ്ഥാനിലേക്ക് പോകുന്നതിൽ നിന്ന് തൽക്കാലത്തേക്ക് ഇറാൻ മാറി നിൽക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. അതിന് അവർ പറയുന്ന കാര്യം, കഠിനമായിരിക്കുന്ന ശിക്ഷ ലോകത്തിന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക. അന്യായമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അപ്പാടെ ചെയ്യുന്നത്. യുദ്ധമര്യാദയോ UN സഭയുടെ നിയമവ്യവസ്ഥയോ പാലിക്കുന്നില്ല. ധിക്കാരപരമായിരിക്കുന്ന ഈ നിലപാടിനെതിരെ തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ടത് ഇറാൻ തന്നെയാണ്. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലൂടെയാണ് പ്രശ്നങ്ങൾ നടക്കുന്നത് എന്നതിനാൽ അതിൻ്റെ അഭിപ്രായ കാര്യങ്ങൾ പറയാനുള്ള അധികാരങ്ങളും അത് നടപ്പിലാക്കേണ്ട അധികാരങ്ങളും ഇറാനിൽ നിക്ഷിപ്തമാണ് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പ്രതികരിച്ചത്. മാത്രമല്ല, ഹോർമുസ് കടലിൽ കടക്കുന്ന കപ്പലുകൾ ചുങ്കം നൽകേണ്ടത് തങ്ങളുടെ കറൻസി ആയിരിക്കുന്ന റിയാലിലാണ് എന്ന അഭിപ്രായം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്നു. ഒന്നുകിൽ തങ്ങളുടെ കറൻസിയിലോ അതല്ലെങ്കിൽ ചൈനയുടെ കറൻസിയിലോ ആണ് നൽകേണ്ടത്. പൂർണ്ണമായ രീതിയിൽ ഡോളർ ഒഴിവാക്കണമെന്നുള്ള, അമേരിക്കയുടെ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുമുള്ള വിനിമയം അനുവദിക്കില്ല എന്നുള്ളത് ഇറാൻ തുറന്നു പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൽ അമേരിക്കയുടെ വിഷയം എന്ന് പറയുന്നത്, ഭാവിയിൽ അറേബ്യൻ രാജ്യങ്ങൾ അടക്കമുള്ള ഈ എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾ അവരുടെ കറൻസിയിലോ അതല്ലെങ്കിൽ ചൈനീസ് റഷ്യൻ കറൻസിയിലോ വിനിമയം നടത്തുന്ന ഒരു സ്ഥിതി വന്നാൽ അമേരിക്കയുടെ ഡോളറിന് വലിയ രീതിയിലുള്ള ഇടിവ് പറ്റുകയും അതോടൊപ്പം തന്നെ അതിന് മൂല്യത്തകർച്ച ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് സാമ്പത്തികപരമായിരിക്കുന്ന പ്രശ്നത്തിലേക്ക്, മുമ്പ് അമേരിക്കയ്ക്കുണ്ടായിരിക്കുന്ന സാമ്പത്തിക മാന്ദ്യം പോലെ ദശകോടികളുടെ ഇടപാടുകളാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട് നിത്യേന നടക്കുന്നത്. അത് പെട്ടെന്ന് അട്ടിമറിഞ്ഞുകൊണ്ട് മറ്റു കറൻസിയിലേക്ക് വരുന്ന സമയത്ത് അത് സാമ്പത്തികപരമായ രീതിയിൽ വലിയ പ്രയാസമുണ്ടാക്കും എന്നുള്ളിടത്തേക്ക് ഇപ്പോൾ അമേരിക്ക എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ വിഷയ പരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് നിരന്തരം അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്നത് അപ്പാടെ കളവും നുണയുമാണ് എന്നുള്ളത് ഇറാൻ ആവർത്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റിന് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് പറയാൻ പോലും പ്രയാസപ്പെടുന്നു. കാര്യം കംപ്ലീറ്റ് നുണയാണ്. ഒന്നും വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. ഒരു അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് വെച്ചാൽ ആധികാരികമായി ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് കള്ളം പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന സമയത്ത് അതിനെ എങ്ങനെയാണ് തങ്ങൾ അംഗീകരിക്കുക? മാത്രമല്ല, പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിരിക്കുന്ന ഒരു സുരക്ഷാ ക്രമീകരണമുള്ള ഒരു സംവിധാനമാണ് എന്ന് തങ്ങൾക്ക് ഉറപ്പില്ല. അതുകൊണ്ട് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടി ഇറാൻ പഠിക്കുന്നുണ്ട് എന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ പാകിസ്ഥാനിലേക്ക് ചർച്ചാ സംബന്ധമായ കാര്യത്തിന് പോയതിന് ശേഷം തിരിച്ച് മടക്കയാത്രയായിട്ട് ബന്ധപ്പെട്ട് കുറേ ആലോചനമായിരിക്കുന്ന വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ പാകിസ്ഥാൻ്റെ സൈനിക
വിമാനം അകമ്പടി സേവിച്ചുകൊണ്ടാണ് എത്തപ്പെട്ടത് എന്നാണ് ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റൊരു റിപ്പോർട്ടിൽ വ്യത്യസ്തമായിരിക്കുന്ന മാർഗത്തിലൂടെയാണ് ഇറാനിലെത്തിയത് എന്ന് പറയുന്നത്. അത് വിമാനം മാത്രമല്ല, അതിനുശേഷം ടാക്സിയോ അതല്ലെങ്കിൽ ട്രെയിനോ മറ്റു വാഹനങ്ങളോ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു രഹസ്യമായിരിക്കുന്ന മടങ്ങി വരവാണ് ഉണ്ടായത്. കാര്യം ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലോ അമേരിക്കയോ ഇറാൻ സംഘത്തെ അപായപ്പെടുത്തും എന്ന് അവർ സംശയിക്കുന്നു എന്ന തരത്തിലാണ്. വലിയൊരു സംഘം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് സുരക്ഷ നൽകാൻ വേണ്ടി എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അലോസരങ്ങളിൽ നിന്ന് അലോസരത്തിലേക്ക്, വിഷയങ്ങളിൽ നിന്ന് വിഷയത്തിലേക്കാണ് വീണ്ടും വീണ്ടും എത്തിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ വേണ്ടി തങ്ങൾ ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഡൊണാൾഡ് ട്രംപ് അയാളുടെ പണിയാണ് എടുക്കേണ്ടത് എന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷെഷ്കിയാൻ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ശാസന നൽകുന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. നിങ്ങൾ നുണയനാണ്, നിങ്ങൾ കള്ളം പ്രചരിപ്പിക്കുന്നു, സത്യം പറയുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സത്യം പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. ഇതൊരു പ്രസിഡന്റിനോട് പറയുന്ന സമയത്ത് അയാൾ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കടൽ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് IRGC ആവർത്തിച്ച് പറയുന്നു. തങ്ങളുടെ സർവ്വ മേഖല, അതിർത്തി ബന്ധപ്പെട്ട സർവ്വ മേഖലയിലും തങ്ങളുടെ സൈനികരും അതിൻ്റെ സംവിധാനങ്ങളും സന്നാഹങ്ങളും റെഡിയായി നിൽക്കുകയാണ്, തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ അതിന് തിരിച്ചടി ഭീകരവും ഭയാനകരവുമായിരിക്കും. പതിറ്റാണ്ടുകൾ കഴിഞ്ഞാൽ പോലും പൂർവ്വസ്ഥിതിയിലേക്ക് എത്താൻ പറ്റാത്ത വിധം തങ്ങൾ ഉടച്ചു വാർക്കുന്നതാണ് എന്നുള്ളതാണ്. അത് ഇസ്രായേൽ അതിൻ്റെ കക്ഷിയാവും, അമേരിക്കയുടെ സൈനിക ബേസ് കക്ഷിയാവും, അറേബ്യൻ രാജ്യത്തിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് കക്ഷിയാവും. ഇങ്ങനെ ഓരോരോ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോരോ വിഭാഗത്തിൻ്റെ കയ്യിൽ തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അധികാര സംവിധാനം അല്ലെങ്കിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശ സംവിധാനം നൽകിയിട്ടുണ്ട്. യുദ്ധത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും നിർദ്ദേശത്തിന് വേണ്ടി ഇറാൻ്റെ സൈനിക മേധാവികളെയോ അതല്ലെങ്കിൽ ഇറാൻ്റെ ഭരണകൂടത്തിൻ്റെയോ നിർദ്ദേശം ലഭിക്കുന്ന ഒരു സംവിധാനം ആയത്തുള്ള അലി ഖംനായി ഉള്ള സമയത്ത് തന്നെ എടുക്കപ്പെട്ടിട്ടുണ്ട്. അത് 2025 യുദ്ധത്തോടനുബന്ധിച്ച് ഖംനായി നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവന, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ നിർദ്ദേശത്തിന് വേണ്ടി രാജ്യഭരണാധികാരികളെ സമീപിക്കേണ്ട കാര്യമില്ല, സൈനികർക്ക് അതിന് പൂർണ്ണമായിരിക്കുന്ന അധികാരം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരു പ്രസിഡൻഷ്യൽ സംവിധാനത്തിനപ്പുറം ഒരു സൈനിക ഭരണ സംവിധാനമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇറാനിൽ നടക്കുന്നത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് പ്രശ്നങ്ങൾ തീർക്കുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. ഇറാൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന മസൂദ് പെഷെഷ്കിയാൻ ഗൾഫ് രാജ്യത്തെ ആക്രമിച്ചത് മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു ഖേദ പ്രസ്താവന പുറപ്പെടുവിച്ചതിന് പിറ്റേ ദിവസം അത് സൈനിക മേധാവി അത് തിരുത്തി. അങ്ങനെ അല്ല സംഭവിച്ചത്. തങ്ങൾ ഖേദം പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല, കാര്യം ഞങ്ങൾ ആക്രമിച്ചത് അറേബ്യൻ രാജ്യങ്ങളെയല്ല, അറേബ്യൻ രാജ്യങ്ങളിലുള്ള സൈനിക ബേസിനെയാണ്. ആ ആക്രമണം ഇനി തുടരുമെന്ന് മാത്രമല്ല, ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്, അഥവാ അമേരിക്കയുടെ ബേസുകൾ അവിടെ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത്. ഈ കാര്യമാണ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഭരണകൂടം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സൈനിക മേധാവികൾ തിരുത്തി എന്ന് പറയുന്ന സമയത്ത് ആയത്തുള്ള അലി ഖംനായി പറയപ്പെട്ട കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ് എന്ന് ഇവിടെ സ്ഥിരീകരിക്കപ്പെടുകയാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ കപ്പൽ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടാണെങ്കിൽ ഒരു മാരക യുദ്ധം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതീക്ഷിക്കാം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം. കാര്യം ഒരിക്കലും ഇറാൻ അടങ്ങി നിൽക്കില്ല. ഇറാൻ അത് അടിക്ക് തിരിച്ചടി എന്ന രീതിയിലല്ലാതെ അവരുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വളരെ കൃത്യതയോട് കൂടിയിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് തങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രവർത്തന രീതിയിലേക്ക്, അതായത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലേക്ക് ഇറങ്ങുകയാണ്. ആ ഇറങ്ങുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റേതായിരിക്കുന്ന പ്രയാസം അവരനുഭവിക്കുകയും ചെയ്യും. ആ രീതിയിലേക്ക്, അതായത് ഈ അമേരിക്കയുടെ സൈനികർക്ക് പോലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, നിങ്ങൾ സുരക്ഷിതമായിരിക്കുക, യാത്രാമൊഴി പറഞ്ഞിരിക്കുക, നിങ്ങളുടെ കൈവശത്തിൽ പെട്ടികളില്ലെങ്കിൽ അത് സംഭരിക്കുക, അത് ശേഖരിച്ച് വെക്കുക. പെട്ടി എന്ന് പറഞ്ഞാൽ ശവപ്പെട്ടിയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. കാര്യം എന്ന് പറഞ്ഞാൽ ആക്രമണം വരുന്ന സമയത്ത് നിങ്ങൾ തിരിച്ച് മടക്കയാത്രയുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടി തരേണ്ട കാര്യമില്ല. ഇത്രക്ക് പ്രകോപനപരമായ രീതിയിൽ തന്നെയാണ് ഇറാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചത്. കാര്യം ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറെടുത്തിരിക്കുന്നു, അതിൻ്റെ സംവിധാനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി വരും ദിവസങ്ങളിൽ ഹോർമുസ് കടലുമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടും അറേബ്യൻ കടൽ കേന്ദ്രീകരിച്ചുകൊണ്ടും മെഡിറ്ററേനിയൻ കടൽ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇറാൻ്റെ പ്രഹരം എത്രത്തോളം ഉണ്ട് എന്ന് ഇസ്രായേലും അമേരിക്കയും അനുഭവിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം തന്നെ കൃത്യതയോടുകൂടി ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്.